നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സാംസൺ വേഴ്സസ് കിഷാൻ ഹീറ്റ്സ് അപ്പ് വിത്ത് സീരീസ് ഇൻ ഇന്ത്യാസ് പോക്കറ്റ്. നാളത്തെ ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് 4ാം T20 മത്സരത്തിന് മുന്നോടിയായി ഒരു പ്രിവ്യൂ പ്രസിദ്ധീകരിക്കുമ്പോൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടൽ കൊടുത്ത ടൈറ്റിലാണ് ഞാൻ വായിച്ചത്. സഞ്ജു ഓർ ഇഷാൻ കിഷൻ. ആ ചോദ്യം നാളത്തെ കളിയിലേക്കുള്ള ചോദ്യമല്ല, വേൾഡ് കപ്പിലേക്കുള്ള ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ലഭിക്കേണ്ടത് നാളെയും 31-ാം തീയതിയുമായിട്ട് നടക്കുന്ന 2 T20 മത്സരങ്ങളിലാണ്. ആ 2 കളികളിൽ കൂടി സഞ്ജു സാംസൺ പരാജയപ്പെടുകയും ഇഷാൻ കിഷൻ മിന്നും ഫോം തുടരുകയും ചെയ്താൽ സഞ്ജുവിനെ വേൾഡ് കപ്പിൽ ബെഞ്ചിലിരിക്കേണ്ട ഗതി വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതല്ല, ഈ 2 കളികളിലും സഞ്ജു മിന്നും പ്രകടനം നടത്തി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ അവഗണിക്കാനൊന്നും ആർക്കും പറ്റില്ല. കാരണം റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ ഓപ്പണിങ്ങിന് വേണമെങ്കിൽ അത് അഭിഷേകും സഞ്ജുവും തന്നെ വേണം. പിന്നെ തിലക് വർമ്മ മടങ്ങി വരുമ്പോൾ ഇഷാൻ കിഷൻ ഓർ സഞ്ജു ഒരു വിക്കറ്റ് കീപ്പർ പുറത്താവും. അത് അങ്ങനെ വന്നാൽ ഇഷാൻ കിഷൻ പുറത്തേക്ക് പോകും. അത് വേണമെങ്കിൽ നാളത്തെ കളി, അതിനുശേഷമുള്ള കളി സഞ്ജു മിന്നിയേ പറ്റൂ. അതാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 3 കളികൾ അങ്ങ് മറന്നേക്കുക, സമ്മർദ്ദം തോളിൽ കയറ്റണ്ട, പൊളിച്ചെടുക്ക് എന്നാണ് ആരാധകർക്ക് സഞ്ജുവിനോട് പറയാനുള്ളത്. അതായത് നാളത്തെ മത്സരം വിശാഖപട്ടണത്താണ്. നാളെ രാത്രി 7 മണിക്ക് ഇന്ത്യ ഓൾറെഡി ഈ പരമ്പര വിജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ചില റൊട്ടേഷനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് സ്ക്വാഡിൽ. ഏതായാലും ഇന്ത്യ ഹർഷ്ദീപ് സിംഗിനെയും വരുൺ ചക്രവർത്തിയെയും തിരികെ വീണ്ടും കൊണ്ടുവന്നേക്കും. ജസ്പ്രീത് ബുംറയും രവി ബിഷ്ണോയിയെയും വീണ്ടും വിശ്രമത്തിലേക്ക് വിട്ടേക്കും. അങ്ങനെ റൊട്ടേഷനുള്ള സാധ്യതയുണ്ട്. സഞ്ജു, അഭിഷേക്, ഇഷാൻ കിഷൻ, സൂര്യ ഇങ്ങനെയുള്ള പ്രധാന ബാറ്റർമാരൊക്കെ തുടരും. അങ്ങനെ വന്ന ഇന്ത്യയുടെ ഒരു പ്രോബിൾ 11, അതായത് ഇപ്പോൾ തിലകില്ലല്ലോ, തിലക് ഈ 2 കളിക്ക് കൂടി റൂൾഡ് ഔട്ടാണ്. പിന്നെ ശ്രേയസ് അയ്യർ സ്ക്വാഡിൽ ഉണ്ടെങ്കിലും വേൾഡ് കപ്പിന് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബിൾ 11 സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദ്യൂബെ, റിങ്കു സിംഗ്, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, ഹർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി. അതേസമയം ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2 കളികൾ വിജയിക്കുക എന്നുള്ളത് അവർക്കും പ്രധാനമാണ്. കാരണം വേൾഡ് കപ്പിന് മുമ്പ് ആത്മവിശ്വാസം തിരികെ പിടിക്കേണ്ടത്. കാരണം അമ്മാരി പണിയാണ് ഇന്ത്യ കഴിഞ്ഞ 2 കളികളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടു വരണമെങ്കിൽ വിജയിക്കണം. അപ്പോൾ അവരുടെ ടീമിൽ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നീഷമും ഫെർഗൂസനും നേരെ പ്ലേയിങ് 11ലേക്ക് വന്നേക്കും. KL ജാമീസിനെയും ജേക്കബ് ഡഫിയെയും അവർ റീപ്ലേസ് ചെയ്യാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ന്യൂസിലാൻഡ് ഒരു പ്രോബ്ലം 11 ടീം സിഫർത്ത്, ഡെവൻ കോൺവോയ്, രജിൻ രവീന്ദ്ര, ഗ്ലെൻ ഫിലിപ്സ്, ഡാരിൽ മിച്ചൽ, മാർക്ക് ചാപ്മാൻ, ജിമി നീഷം, മിച്ചൽ സാൻഡർ, മാറ്റ് ഹെൻറി, ലോക്കി ഫെർഗൂസൺ, ഇഷ് സോദി. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നവരുടെ 11. പിന്നെ വിശാഖപട്ടണത്തെ പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ അവിടെ ഒരു T20 മത്സരം നടന്ന നവംബർ 2023 ഇന്ത്യ അന്ന് 209 റൺസ് ഓസ്ട്രേലിയക്കെതിരെ ഫൈനൽ ഓവറിൽ ചേസ് ചെയ്ത് വിജയിക്കുകയാണ് ചെയ്തത്. സോ അതുപോലെ ഒരു ഹൈ സ്കോറിംഗ് മത്സരമാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. ഡ്യൂ അത്രയധികം ഒന്നും ഒരു മേജർ റോൾ വഹിക്കില്ല എന്നാണ് എക്സ്പെക്ടേഷൻസ്. എന്നാൽ പോലും ഒരു ഹൈ സ്കോറിംഗ് മാച്ച് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.